പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒരു നിസ്സാര സംഭവമല്ല. ഫ്രാക്ചേഴ്സ്, സ്പ്രെയിൻ, സർജറി കഴിഞ്ഞിട്ട് കൈനെയും കാലിനെയും ഒന്ന് ഇമ്മൊബിലൈസ് ചെയ്യാനായിട്ട്, കുറച്ച് റെസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് സാധാരണ ഇടാറുണ്ട്. കൈൻ്റെയും കാലിലെയും നീര് കുറഞ്ഞ് അവസാനം ആ ഒരു കംഫോർട്ട് ലെവലിലേക്ക് അത് എത്തുന്നു. എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഊരുന്നു. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ചില വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിച്ചു. ഈ POP പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കെമിക്കൽ ഫോർമുല CaSO4, കാൽഷ്യം സൾഫേറ്റ്, പിന്നെ 1/2 മോളിക്യൂൾ വെള്ളവുമാണ്. സ്റ്റാർച്ചും ചേർത്ത് കലർന്ന രൂപത്തിലാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. വെള്ളത്തിൽ മുക്കുമ്പോൾ കാൽഷ്യം സൾഫേറ്റ് 2H2 ആകുന്നു. അതാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ജിപ്സം എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ നാം കൈകാലിൽ ഇട്ട് കാണുന്നത് പ്ലാസ്റ്റർ ജിപ്സം ആണ്. മറ്റൊരു വസ്തുത, എന്തിനാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്? ഈ പാരീസുമായിട്ട് എന്താണ് ബന്ധം? 1800-കളിലെ പാരീസ് നഗരത്തിലെ മോണ്ട് മാർട്ടർ എന്ന സ്ഥലത്ത് അധികമായി ജിപ്സം ഉൽപ്പാദിപ്പിച്ചത് കൊണ്ടാണ് ഈ POPക്ക് അതിൻ്റെതായ പേര് ലഭിച്ചത്, അതായത് പാരീസ്. ഫ്രാക്ചറോ സ്പ്രെയിനോ വരുമ്പം നമുക്ക് ഈ പ്ലാസ്റ്റർ 2 രീതിയിൽ ഉപയോഗിക്കാം, സ്ലാബും കാസ്റ്റുമായിട്ട്. ആദ്യത്തെ അവസ്ഥയിൽ നമ്മളിപ്പോൾ ഇന്ന് ഇഞ്ചുറായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് കാലിൽ നീരുണ്ടാവും, അല്ലെങ്കിൽ കൈക്ക് നീര് വയ്ക്കുക. അപ്പം നമ്മുടെ ആ കൈൻ്റെ കാലിൻ്റെ താഴ്ഭാഗത്ത് മാത്രമായിട്ട് സ്ലാബ് ഇടുന്നു. സ്ലാബ് എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട്, മൊത്തമായിട്ട് നമ്മൾ ഇടുന്നില്ല. അതിനെ നമ്മൾ കാസ്റ്റ് എന്ന് പറയുന്നു. ഈ നീര് പറ്റിയതിന് ശേഷം കാലാണെങ്കിൽ കാല് പൊക്കി വയ്ക്കണം, കൈ ആണെങ്കിൽ നമ്മുടെ സ്ലിങ്ങിലിട്ട് വയ്ക്കുക. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഈ നീര് കുറഞ്ഞതിന് ശേഷം നമ്മുടെ സ്ലാബിനെ മാറ്റി കാസ്റ്റായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. ഒരു കാർഡിയോളജിസ്റ്റിന് ഒരു സ്റ്റെതസ്കോപ്പ് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതുപോലെയാണ് ഒരു അസ്ഥിരോഗ വിദഗ്ധന് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഒരു ഓർത്തോപെഡിക് സർജന് ചിന്തിക്കാൻ പോലും പറ്റില്ല.